ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐരാക്സ് പി ജനലഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് വീഡിയോ. അപ്പോൾ പരീക്ഷകര തിരക്കായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല വിചാരിച്ചു. കുഴപ്പമില്ല, നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. കുറേ നാളെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ചാനലിപ്പോൾ ഏകദേശം 4000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ പച്ച പിടിച്ച് വരുന്നുണ്ട്. കുഴപ്പമില്ല, കുറേ പേരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആലോചിച്ചിരുന്നു ഫാം വിസിറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ എക്സാം ടൈമിൽ ഫാം വിസിറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് പോകാൻ പറ്റിയില്ല. ഇങ്ങോട്ടും വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല, പഠിത്തായിരുന്നു മൊത്തം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ നമ്മൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണിന് തന്നെ ചൂടുകാലാണല്ലോ, കണ്ണിന് വരുന്ന പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് UPC ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ NPA ഷോ വരാൻ പോകുന്നുണ്ട്. NPA ഷോയ്ക്ക് തയ്യാറാക്കിയ വേർഡ്സ് അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്ത് വിടുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചൂടുകാലത്തുള്ള കണ്ണിൻ്റെ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണ് കേടെന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ അതെനിക്കിപ്പോൾ ഒരു ബേർഡിന് മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, NPA ഷോ വരുന്നുണ്ട്. NPA ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബേർഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സാൻഡിൽ മുഗീനെടുത്തു നമ്മൾ. അതിനാണ് ഇപ്പോൾ കണ്ണിന് ചെറുതായിട്ട് പ്രശ്നം. നമ്മളെ മരുന്ന് എന്ന് പറയുമ്പോൾ സിപ്ലോക്സ് ഡി അങ്ങനെ മരുന്ന്, സിപ്ലോക്സ് ഡി. അത് ഞാൻ ഇപ്പോൾ കാണാനുണ്ടോ അറിയില്ല നിങ്ങൾക്ക്. സിപ്ലോക്സ് ഡി ഫോക്കസ് ആവുന്നില്ല. ഇതാണ് മരുന്ന്, സിപ്ലോക്സ് ഡി. ഇത് കണ്ണിലേക്കുള്ള ഐ ആൻഡ് ഇയർ ഡ്രോപ്സാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതാവണ രീതി കാണിച്ചു തരാം, ഒഴിക്കണ രീതി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാൻഡിൽ മുഗിയാണിത്, പുതിയത് ന്യൂ ബേർഡ്. ഹാഷിം എന്നുകൊണ്ട് ചേട്ടൻ്റെ ബ്രീഡറാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിലൊരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. തളിക്കുളത്താണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ ആളുടെ നിർത്ത ബേർഡാണ്. ഷോക്കൊക്കെ നന്നായിട്ട് പറ്റിയ, അത്യാവശ്യം നല്ല ക്വാളിറ്റി, പക്ക മാർക്കിങ്ങുള്ള ബേർഡാണ്. നല്ല പക്ക കറക്റ്റ് മാർക്കിങ്. ഈ കണ്ണിനാണ് പ്രോബ്ലം ഉള്ളത്. പാട കിട്ടിയ പോലെ കണ്ണിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തെ കണ്ണിന് അതിന് പ്രശ്നമില്ല, ഈ ഐസിന് പ്രശ്നമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ഡ്രോപ്സ് വയ്ക്കണത്. നമ്മളാദ്യം തന്നെ ഡ്രോപ്സിൻ്റെ അടപ്പ് തുറന്നിട്ട് ബേഡിനെ പിടിക്കുക കറക്റ്റ് വെച്ച്. അതിനുശേഷം നമ്മൾ ഒരു കണ്ണ് തുറക്കുക ആദ്യം. എന്നിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഒരു കണ്ണിൽ ഒഴിച്ചു ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കണ്ണികടില്ലാത്ത ഐസിലാണ് ഒഴിച്ചത്. ഇപ്പുറത്തെ കണ്ണിലാണ് അതിന് അസുഖമുള്ളത്. അതുകൊണ്ട് തുറന്ന് പിടിക്കുക, 2 സൈഡ് നമ്മൾ വലിച്ചു പിടിക്കണം, എന്നിട്ടാണ് ഒഴിക്കേണ്ടത്. ഇപ്പുറത്തെ കണ്ണിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. കാണുന്നു വിചാരിക്കണം. വെള്ളം കെട്ടിയ പോലെ കാണാൻ 2 കണ്ണിൽ ഞാനിപ്പോൾ ഒഴിച്ചു. എന്നിട്ട് ആളെ കുറച്ച് നേരം ഫ്രീ ആക്കി വിടണം. നമ്മളിപ്പോൾ ഞാൻ കൂട്ടിലാണ് ആളെ വെച്ചാണ്. ഞാൻ എന്തായാലും ആളെ കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആളെ കേജിക്ക് ഇടാം നമുക്ക് എന്തായാലും. ഇതാണ് ആളുടെ കേജ്. ഇവിടെ സെറ്റപ്പാക്കി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ മണൽ ഇട്ടു, സാൻഡ് ഇട്ടിട്ട് അതിന് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഇതും ചെയ്ത് കൊടുത്തു. ഇവിടെ സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സ്ട്രൈറ്റ് അതുമ്പോൾ കയറും. അതുമ്പോൾ കയറി നിൽക്കണ ഒരു ഇതാണ്. ഷെയ്ക്കിങ് അത്യാവശ്യം ക്വാളിറ്റിയാണ് ബേർഡ്. നല്ല ക്വാളിറ്റി ബേർഡാണ്. നല്ല ഷെയ്ക്കിങ് സ്റ്റാൻഡിങ് ഒക്കെ ഉള്ള നല്ല ബേർഡാണ്. അപ്പോൾ ആളങ്ങനെ ഫ്രീ ആക്കി വിടണം. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആളൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഈ കൂട് ഞാനിങ്ങനെ സെറ്റപ്പാക്കി, ഇങ്ങനെ ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണം സെയിൽസിനുണ്ട്. പിന്നെ പുതിയതെടുത്ത് വേറൊരാളുണ്ട്. നമുക്ക് എന്തായാലും ആളെ കൂടെ കാണിച്ചു തരാം ഞാൻ. ഇതിന് ഞങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടതാണല്ലോ നമ്മുടെ ചൈനീസ് ആള്. നല്ല ഇണക്കായി ആൾ, നമ്മളോട് നല്ല ഇണക്കുള്ള ബേർഡായി. ഇത് സാപ്സ് പി ജനലോഫ്റ്റിൽ നിന്ന് എടുത്താണ് ഈ ബേർഡ്. അത് നല്ല ഇണക്കായി, നല്ല ദേഷ്യക്കാരനാണ് ബേർഡ്. നല്ല സൂപ്പർ ബേർഡാണ് സാൻഡിൽ ചൈനീസ് ആള്.
പിന്നെ ഇപ്പോൾ അതേ ഇദ്ദേഹത്തിനെ പുതിയതെടുത്തതാണ് ഈ കോഫി ചക്കർ മുഗി. ആള് 2 കളി ആയിട്ടുള്ളൂ. ആള് അധികം ഏജ് ആയിട്ടില്ല. 2 കളി ബേർഡാണ്. ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേർഡാണ്. ഇതിനിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഹാഷിമിക്കടെ അവിടെ നിന്നെടുത്ത് തന്നെയാണ്. ആളുടെ റിംഗ്ഡ് ബേർഡാണ്. ആളവിടെ വീഴുന്ന ബേർഡാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ മനസ്സിലാവില്ല. ആൾ നല്ല ആക്റ്റീവ് ബേർഡാണ്. പുറത്തേക്ക് ഇറക്കിയാലേ മനസ്സിലാവുള്ളൂ. കോഫി ചക്കറാണ് ബേർഡ്. ക്വാളിറ്റി ബേർഡാണ്. ഇതിൻ്റെ പാരൻസും ചക്കർ തന്നെയാണ്. ഇതിലിറങ്ങുന്ന കുട്ടികളും ചക്കർ തന്നെ വരുന്നതാണ് ആൾ പറഞ്ഞത്. നമുക്ക് ഏതായാലും കാണാം. ഇനിയിപ്പോൾ കുറച്ച് മുഗീനെ എടുക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഫുൾ മുഗിയാക്കാനുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അക്കത്തിനെയും കൊടുത്തിട്ട് അടുത്ത ബേർഡിനെ നമുക്ക് എന്തെങ്കിലും കാണാം. നമ്മുടെ പറവ ഹൈ ഫ്ലൈയേഴ്സിൻ്റെ എഗ്ഗ് ഹാച്ച് ചെയ്തു. ചിക്കന് ഞാൻ എന്തെങ്കിലും എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ സൗണ്ട് കേൾക്കണ്. ഇപ്പോൾ ഒരു തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ആടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിവിടെ പറവയുടെ ചിക്കൻ, സിംഗിൾ ചിക്കൻ നമുക്ക് കിട്ടിയുള്ളൂ. ചൂടുകാലമായതുകൊണ്ട് നമുക്ക് 2 കുട്ടികളെ കിട്ടില്ല. പിന്നെ സെക്കൻഡ് എഗ്ഗാണ് കൂടുതലും പോണത്. അതിനിപ്പോൾ ഒരു പ്രതിവിധി വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോ അതിൻ്റെ ബേസിലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എഗ്ഗിങ്ങിൻ്റെ ഒരു മെത്തേഡ് ചെയ്യണത്. ഇതിപ്പോൾ നല്ല പാരൻസിൻ്റെ പോലെ തന്നെ കളർ വന്നു ബേർഡിന്. അത്യാവശ്യം ചിറകിൻ്റെ അറ്റത്ത് ബ്ലാക്കാണ് വന്നതാണ്. അതുപോലെ തന്നെ ഹെഡിലും ബ്ലാക്ക് വന്നിട്ടുണ്ട്. കുഞ്ഞ് നല്ല കുഞ്ഞാട്ടോ. ആക്റ്റീവാണ് കുഞ്ഞ്. ഇപ്പോൾ സിംഗിളൊക്കെ തന്നെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ബേർഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആൾക്ക് നല്ലോണം റോക്ക് മിൽക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ഞാൻ എന്തായാലും സെയിലിനുള്ള ബേർഡല്ലത് കൊടുക്കില്ലേന്. ഇതിനെന്തായാലും നമുക്ക് തിരിച്ചു കൂട്ടിക്കിടാം. ഇതുപോലെ തന്നെ ഈ പെയർ എഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫാൻഡയിൽ, അമേരിക്കൻ ഫാൻഡയിലിൻ്റെ ക്രോസും ഇന്ത്യൻ ഫാൻഡയിലും രണ്ടുപേരും കൂടെ എഗ് ചെയ്തിട്ടുണ്ട്. അതും സിംഗിൾ കുട്ടി തന്നെ ഉള്ളൂ. അത് സിംഗിൾ മുട്ട ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. എന്തെങ്കിലും കുട്ടീനെ, കുട്ടി ചെറുതാണ്, ചെറിയ കുട്ടിയാണ്. ഇവരുടെ ഇപ്പോൾ കളറ് നല്ല കളർ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അവിടെ വരുമ്പോൾ. ഇത് ഒരു ആൽമണ്ട് ആണ് ലൈനേജ് വന്നതാണ്. ആൽമണ്ട് ലൈനേജാണ് ചിറകിൽ വന്നതാണ്. കണ്ടാൽ മനസ്സിലാവും. ആൽമണ്ട് ലൈനേജിൽ ഇറങ്ങിയതാണത്. ഇത് വൈറ്റും എനിക്കൊരു ആൽമണ്ട് വരുമോ അറിയില്ല, പറയാൻ പറ്റില്ല ഏത് കളർ വരുന്നത്. അപ്പോൾ പിന്നെ ഒരാളെ കൊടുക്കാനുള്ള ഒരാളുണ്ട്. ഇത് ഈ മുകളിൽ നിൽക്കുന്ന ആൾ. ഇപ്പോൾ 4ാമത്തെ കള്ളി ആയിട്ടുള്ളൂ ആൾ. ബേർഡ് സൈസ് ഉണ്ടല്ലേ ബേർഡിൻ്റെ. മാൾട്ടീസിൻ്റെ ബൂട്ടഡ് ബേർഡാണ്. സൈസുള്ള ബേർഡാണ് ഇത്. ബൂട്ടഡാണ്. ചെറിയൊരു ക്രോസ് ഇറങ്ങിയതാണ്. ബേർഡിനെ കൊടുക്കാനുള്ളതാണ്. ഞാൻ ഫോൺ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ വന്നെടുക്കാനേ പറ്റുള്ളൂ. ഇവിടെ ഇരിഞ്ഞാലക്കുടിയാണ് സ്ഥലം നമ്മുടെ. അപ്പോൾ ഈ ബേർഡിനെ കൊടുക്കാനുള്ളതാണ്. സിൽവർ മുഗി വീണ്ടും എഗ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് ചെയ്തു. 2 മുട്ട ഇട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരുടെ കുട്ടികൾ എന്തായാലും കൊടുക്കും. ഇവരുടെ ചിക്കൻ എന്തായാലും കൊടുക്കും. പിന്നെ കൊടുക്കാനുള്ള വേറെ 2 ആൾക്കാരുണ്ട്. ഒരു പെയറാണ് ഇവർ. ഓസ്ട്രേലിയൻ ഗോൾഡും ഓസ്ട്രേലിയൻ വൈറ്റും പെയറാണ്. ബ്രീഡിംഗ് പെയറാണ്. ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. ഒരാൾ 9 കള്ളിയും ഗോൾഡ് 9 കള്ളിയും വൈറ്റ് 10 കള്ളിയുണ്ട്. ഇവരെ കൊടുക്കാനുള്ളതാണ്. നല്ല ബേർഡ്സാണ്. വൈറ്റ് നല്ല ഹെവി സൈസ് ബേർഡാണ്. അപ്പോൾ ഇതും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഗോൾഡ്, ഒരു പെയിൽ ഗോൾഡ് എന്ന് പറയില്ലേ, ആ ഒരു കളറാണ്. പക്ഷെ നല്ല ബേർഡ്, നല്ല ആക്റ്റീവ് ബേർഡാണ്. ഇവരെയും കൊടുക്കാനുള്ളതാണ്. ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും മറ്റേ എഗ്ഗിങ്ങിൻ്റെ കാര്യം സൊല്യൂഷനും ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ചൂടുകാലമാണ്. നമ്മൾ കൂടുതൽ ബേർഡ്സിന് വെള്ളം വെച്ചുകൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം ഞാൻ പുറത്തേക്ക് ഇറക്കിയെന്നുള്ളൂ ഇവരെ. ഇപ്പോൾ ഇവർക്ക് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഞാൻ 2 നേരം ഇറക്കി വെള്ളം കൊടുക്കുന്നുണ്ട്. 2 നേരം ഇവർ കുളിക്കുന്നുണ്ട് വെള്ളത്തിൽ. ടബിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ കുളിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ ബേർഡ്സിനെ നോക്കാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ബേർഡ്സിനെ നന്നായിട്ട് നോക്കുക. ബേർഡ്സിനെ ഇവരുടെ എഗ്ഗ് പോയി ഇതുണ്ടായിരുന്നില്ല, റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഇവർ എഗ്ഗിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.